ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയാണ്, ഗാർലിക് സോസ് അല്ല, അപ്പോൾ തോനെ വെളുത്തുള്ളി, പിന്നെ നാരങ്ങ നീര്, സൺഫ്ലവർ ഓയിൽ, പാല്. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. നമ്മളെ മൈദ ചൂടാറിയത് ഇട്ട് കൊടുക്കുക. പാലും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പാലും ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഉപ്പ് മൈദയിൽ ഇട്ടിക്കണല്ലോ, അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇത്ര തിക്നെസ് ആയി. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം. ലൂസായിട്ടാണ്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണ് നല്ല തിക്നെസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ അധികമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പച്ചമുട്ട വെച്ചിട്ട് ചെയ്യുന്ന മയോണൈസിൻ്റെ അത്രയൊന്നും വേണ്ട കേട്ടോ. കണ്ടോ അത്ര നല്ല തിക്നെസ്സോടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കുബൂസിൻ്റെ കൂടെയും ചിക്കൻ ഗ്രില്ല് ചെയ്താൽ അതിൻ്റെ കൂടെ ഒക്കെ വെക്കാൻ എന്തിനും, അതേപോലെ സാൻഡ്വിച്ച് എന്തിനും നമുക്ക് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ പച്ചമുട്ട അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തിട്ട് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഉണ്ടാക്കി വെക്കില്ല. ഒരു 5 ദിവസമൊക്കെ ആക്കാനുള്ളൊരു അത്ര ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മയോണൈസ് കഴിക്കണത് അങ്ങനെ തന്നെ ഗാർലിക് സോസും ഇതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കെച്ചപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഷവർമ്മ, ഇതൊക്കെ നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ വെറുതെ കുബൂസിലും അതേപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തതിലും ഒക്കെ വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്.